സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മക്കളെ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എന്താ സംഭവിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ എവിടെന്നാ? അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ഫീനോളിക് ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഭാഗത്തുനിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഓർഗാനിക്കിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിനോളിന്റെ പാർട്ടായിട്ടും അല്ലെങ്കിൽ ഫിനോളിന്റെ പാർട്ടിൽ നമുക്ക് പഠിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദ ഫിനോളിക് ഗ്രൂപ്പ് ക്യാൻ ബി ഐഡന്റിഫൈ പോസിറ്റീവ്. ഫിനോളിക് ഗ്രൂപ്പിനെ പോസിറ്റീവ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന്. ഫിനോളിക് ഗ്രൂപ്പിനെ പോസിറ്റീവ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് നോക്കുക, താലിൻ ടെസ്റ്റ്. താലിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലിക് അൺഹൈഡ്രേറ്റ് ഫിനോൾ വെച്ച് റിയാക്ട് ചെയ്ത് നമ്മൾ ഫിനോഫ്തലിൻ ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് നമ്മൾ അതിനെ ഒരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിങ്ക് കളർ കിട്ടുന്ന പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫിനോൾ ആണ് ഐഡന്റിഫൈ ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ടെസ്റ്റ് ഫോർ ഫിനോൾ. നമ്മൾ ഫിനോളിന് വേണ്ടിയുള്ള ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഓൺലി. ഇനി ലൂക്കാസ് ടെസ്റ്റ്. ഇതൊരു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോളുകളെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. അടുത്ത നമുക്ക് ടോളൻസ് ടെസ്റ്റ് ഉണ്ട്. ടോളൻസ് ടെസ്റ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സിന്റെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ടോളൻസ് ടെസ്റ്റ്. അടുത്ത കാർബലമീൻ റിയാക്ഷൻസ്. കാർബലമീൻ റിയാക്ഷൻസ് എന്നുണ്ടെങ്കിൽ പ്രൈമറി അമീൻസിനെ, അല്ലെങ്കിൽ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ് ആണ് കാർബലമീൻ റിയാക്ഷൻ. ഐസോസൈനൈഡ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന കാർബലമീൻ റിയാക്ഷൻ. സോ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഈസി ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചതായിരുന്നു. നമ്മളെ പ്രാക്ടിക്കലിൽ നിന്ന് കാണുന്ന, പ്രാക്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് കാണാവുന്ന ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആൻസർ ഈസ് 1.